തുടങ്ങിയാലോ? എങ്ങനെയായിരിക്കും ആമോസ് സ്വയം പരിചയപ്പെടുത്തുക? ഞാൻ ആമോസ് അലക്സാണ്ടർ. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരു കുറ്റവാളിയാണ് ഞാൻ. തുടർച്ചയായി ലൈംഗിക പീഡന പരമ്പരകൾ നടത്തിയ കൊടും ക്രിമിനൽ, മാറാട്ട വീരൻ. പക്ഷേ ഞാൻ എന്നെ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു സാധാരണ മനുഷ്യൻ. മനുഷ്യവികാരങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആമോസ് താനൊരു സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ കഴിയുന്നത്? 1967 നിങ്ങളുടെ 20-ാം വയസ്സിൽ ആദ്യ കുറ്റകൃത്യം ചെയ്യുന്നു. 68 പോലീസ് പിടിയിലാവുന്നു. ആ വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ എണ്ണം 54. അതിൽ 3 എണ്ണം നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുന്നു. എന്നാൽ അതേ വർഷം തന്നെ നിങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നു. ശരിയല്ലേ? എൻ്റെ ക്രൈം ഹോറോസ്കോപ്പ് മേരിക്ക് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നല്ലോ. കുറച്ചൊക്കെ. പിടിക്കപ്പെട്ട കേസുകളിൽ ആദ്യ ശിക്ഷ 1972. അതിലേക്ക് പോകും മുമ്പ് ആമോസ് എന്ന വ്യക്തിയുടെ ഭൂതകാലം, അതായത് ബാല്യകാലം, ഒരു കുട്ടിയിൽ നിന്ന് ആമോസ് എന്ന ക്രിമിനലിലേക്കുള്ള മാറ്റം, അതെങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? 1947 ഫെബ്രുവരി 28 സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ തായ്വാൻകാരെ ചൈനീസ് സൈന്യം കൂട്ടക്കൊല ചെയ്ത ദിവസം. അന്ന് അവതാരങ്ങൾ പിറവിയെടുക്കുന്ന ദിവസം ലോകത്ത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും. അന്നാണ് ആമോസ് അലക്സാണ്ടർ ഈ ഭൂമിയുടെ അവകാശിയാകുന്നത്. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ ഞാൻ അച്ഛനെ കുറിച്ച് ചോദിച്ചിരുന്നു. കൃത്യമായ ഒരു ഉത്തരം അവർക്ക് നൽകാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവായ പ്രായം മുതൽ ഞാൻ ആ ചോദ്യം ഉപേക്ഷിച്ചു. എൻ്റെ അമ്മ ഒരു വേശ്യയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. അവരുടെ പേര്? വഞ്ചനയുടെ പ്രതിരൂപങ്ങൾക്ക് ഒരു പേരിൻ്റെ അലങ്കാരം ആവശ്യമുണ്ടോ മേരി? അവരെ സ്ത്രീ എന്നങ്ങ് വിളിച്ചാൽ പോരെ? എല്ലാ സ്ത്രീകളും വഞ്ചകരല്ലല്ലോ ആമോസ്. അല്ലായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയാണ്. നിങ്ങൾ ചെയ്ത ആദ്യ കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലം ഓർമ്മയുണ്ടോ? നിങ്ങൾ ആദ്യമായി ചെയ്ത കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലം ഓർമ്മയുണ്ടോ? എനിക്ക് സുരക്ഷിതമെന്ന് തോന്നിയ ഇടങ്ങളായിരുന്നു പ്രധാനം. അത്തരം സാഹചര്യങ്ങളൊന്നും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എതിരെ വന്നവർക്കും സമയത്തിന് മാത്രമേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ.
നീ ഇത് എവിടെയായിരുന്നു ജോൺ? എത്ര തവണയെ ഞാൻ വിളിക്കുന്നു. അറ്റ്ലീസ്റ്റ് നിനക്ക് ഫോണെങ്കിലും ഒന്ന് എടുത്തൂടെ? നീ ആഗ്രഹിച്ച പോലത്തെ സെൻസേഷണൽ ന്യൂസ് തന്നെ നിനക്ക് കിട്ടിയില്ലേ? കൊടുക്ക്, കൊടുക്ക്. റേപ്പിസ്റ്റ് ആയ ക്രിമിനലിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകർക്ക് സംഭവിച്ചത് അങ്ങനെ ഒരു ഹെഡ്ലൈനും കൊടുക്ക്. ജോൺ, നാട്ടുകാരാഘോഷിക്കട്ടെ. അതെയൊന്ന് നിർത്ത് ജോൺ. അതെ, ഞാൻ മിണ്ടാൻ പാടില്ല. മേരി ഫിലിപ്പ് തീരുമാനിക്കും. ഞാൻ ക്യാമറയും കൊണ്ട് നടന്നോണം പട്ടിയെപ്പോലെ പുറകെ. ജോൺ, നിന്നോടൊരു 100 വട്ടം ഞാൻ പറഞ്ഞത് നമുക്കിത് വേണ്ടാന്ന് നിർത്താന്ന്. അപ്പം നീ എനിക്ക് ജേർണലിസ്റ്റ് ഉണ്ടാക്കാൻ വന്നു. ഇതിനൊക്കെ കാരണം നിന്റെ സ്വാർത്ഥത. അതെങ്ങനെ? നീയാണല്ലോ ശരി, നീ മാത്രം. ജോൺ, എന്താ ഈ വിഷയം കാണാൻ പുറത്തിറങ്ങിയ അവസ്ഥ എനിക്കറിയാലോ. 2 ജേർണലിസ്റ്റുകൾ, അതും അവരുടെ ജോലിക്കിടയിൽ. വാർത്ത പുറത്തിറങ്ങ അപ്പൊ തുടങ്ങും രാഷ്ട്രീയക്കാര്, സ്ത്രീ സുരക്ഷ, അവന്റെയൊക്കെ അമ്മയുടെ ചാനൽ ചർച്ച. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പേരും പ്രശസ്തിയും നിനക്കിപ്പോ കിട്ടും. ജോൺ, നമ്മളിത് പുറത്ത് കൊടുത്താലല്ലേ അറിയൂ ജോൺ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. ജോൺ പ്ലീസ്, ജോൺ നോക്ക്. ജോൺ, ഈ അവസ്ഥയിൽ നീയല്ല എൻ്റെ കൂടെ നിൽക്കണ്ടേ? അയാളെ നമ്മളെ വിളിച്ചു വരുത്തിയാന്ന് എനിക്ക് മനസ്സിലായില്ലേ? നമ്മൾ അവിടെ നിന്ന് ഏതവസ്ഥയിലാണ് പോകുന്നത് നമുക്കറിയാം. ഇതൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ കേസ് കൊടുക്കാൻ പാടില്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷേ നീ അവസാനം പറഞ്ഞ എന്താ ജോൺ? You are a cheat. ഞാനാണോ ചീറ്റ് ചെയ്തേ? പിന്നെ ഞാനിതാണോ ആഗ്രഹിച്ചേ? എനിക്കറിയില്ല മേരി. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് ഇനി എങ്ങോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല മേരി. എൻ്റെ സ്വപ്നങ്ങൾ, മുന്നോട്ടുള്ള എൻ്റെ ജീവിതം, ഇതൊക്കെ തീരുമാനിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല. നീ ഒരു ഭീരുവാ. നീ പറഞ്ഞതൊക്കെ വെറും കള്ളം. നിനക്കിഷ്ടമല്ലാതെ നീ പറഞ്ഞത് കേൾക്കാതെ പോയതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്നാ നീ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. നാളെ മറ്റൊരിടത്ത് സംഭവിച്ച അപ്പോഴും നീ ഇതൊക്കെ തന്നെയല്ലേ പറയാ? നിന്നെ വിളിച്ചു വരുത്തിയ പോലെ അയാൾ ഇനി വേറൊരു ജേർണലിസ്റ്റിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഇതിനു മുന്നേ ഇന്റർവ്യൂ ചെയ്ത മേരി ഫിലിപ്പിനെ കുറിച്ച് പറയും. പിന്നെ അയാൾ ഉണ്ടാക്കുന്ന കെട്ടുകഥ അത് പരസ്യപ്പെടുത്താൻ പറഞ്ഞ ഒന്നാമതെത്താനുള്ള ഓട്ടത്തിൽ ഏത് മാധ്യമ പ്രവർത്തകൻ അത് വേണ്ടാന്ന് വെക്കുക. അയാൾ അതിനുവേണ്ടി തെളിവുകൾ ഉണ്ടാക്കും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. മേരി, എനിക്ക് ഉറപ്പുണ്ട്. ഭ്രാന്താണ് ജോൺ. ഭ്രാന്ത്? എനിക്ക് ഭ്രാന്ത്? എനിക്ക് ഇത്ര അഭിമാനബോധം പേടിയുണ്ടായിരുന്നോ ജോൺ? അപ്പൊ നിനക്ക് നിന്റെ കൂടെ കിടന്ന പെണ്ണിന്റെ അഭിമാനം നോക്കണ്ടേ? ചെല്ല്, പോയി കൊന്നിട്ട് വാ. കാണട്ടെ നിന്റെ മിടുക്ക്. എന്താണ് ഇതിന്റെ പ്രശ്നം? നിനക്ക് എന്താ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജോൺ. നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? Why are you ignoring me? എനിക്ക് നിന്നെ വേണ്ട. എനിക്ക് നിന്നെ വേണ്ട. പോ.